ഓം ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഒരു അർച്ചനയ്ക്ക് ശേഷം അവർ പൂന്നറിയാവുന്നതുകൊണ്ട് തന്നെ അതിനിടയ്ക്ക് അതിനെക്കുറിച്ച് ഓരോന്നും പറഞ്ഞത്. പക്ഷേ ഒരു ഭക്തി പ്രഭാഷണം എന്ന് കേട്ടാൽ പലപ്പോഴും ചുരുങ്ങിയ സദസ്സായിരിക്കും. അതുകൊണ്ട് ഇത് പല സ്ഥലത്തും പതിവാണ്. പക്ഷേ എല്ലാ വർഷവും പറയും പോലെ എത്രയോ ജന്മത്തെ സുഹൃതത്തിൻ്റെ പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും ഇങ്ങനെ ഈശ്വരീയമായ കാര്യങ്ങളിൽ അർച്ചനയിലും പ്രഭാഷണത്തിലും ഒക്കെ പങ്കെടുക്കാനും കഴിയുന്നത്. ഇനി ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരാ നോട്ടീസിൽ കണ്ട ഭക്തി പ്രഭാഷണം കേൾക്കാൻ വന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് തന്ന വിഷയം നവരാത്രി. പൊതുവേ എല്ലാ വ്യക്തികളും നവരാത്രിയാണ്, ദുർഗാപൂജയാണ്, അല്ലെങ്കിൽ പുസ്തക പൂജയാണ്, ആയുധ പൂജയാണ് എന്നൊക്കെ പറയും. എന്താണ് ഈ നവരാത്രി? അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് പറയാനൊന്നും അറിയില്ല. നവരാത്രി, ചിലരെന്ത് പറയും? മഹാനവരാത്രി. ഇപ്പം ഇവിടെ നമ്മുടെ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? മഹാദേവ ക്ഷേത്രമാണ്. എന്തുകൊണ്ടാണ് ഈ മഹാ ചേർത്ത് പറയുന്നത്? വിശേഷപ്പെട്ട എന്തൊരു കാര്യം പറയുമ്പോഴും നമ്മൾ എന്താ പറയുക? മഹാ എന്ന് ചേർത്ത് പറയും. അതുകൊണ്ടാണ് മഹാനവരാത്രി എന്ന് പറയുന്നത്. നവം എന്ന് പറഞ്ഞാൽ 9 രാത്രികൾ, 10ാമത്തെ ദിവസം വിജയദശമി, ഒരു പകലും കൂടിയും ചേർന്നതാണ് നമ്മുടെ നവരാത്രി ആഘോഷം. ഈ നവരാത്രിയിൽ നമ്മൾ ശ്രീ ഭഗവതിയുടെ ആദി ദേവനായ മഹാദേവൻ്റെ പ്രിയ പത്നിയായ ശ്രീ പാർവതി ദേവിയുടെ ജഗദംബയുടെ 9 രൂപങ്ങളെയാണ് പൂജിക്കുന്നത്. നമ്മുടെ ഈ ഭാഗത്തേക്കൊക്കെ അവസാനത്തെ 3 ദിവസത്തിനാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത്. ഇന്ന് പുസ്തകം വെച്ചാൽ പിന്നെയാണ് നമ്മുടെ പൂജ. പക്ഷേ 9 ദിവസങ്ങളിലായിട്ട് നമ്മൾ ആരാധിക്കുന്നത് കൊണ്ട് നവരാത്രി എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ 9 ദിവസം ആരെയും നമ്മൾ പൂജിക്കുന്നത്? അതിനും വലിയ ഒരു തത്വമുണ്ട്. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന എല്ലാ കഥകൾക്ക് പിറകിലും നമ്മുടെ ജീവിതവുമായി ചേർന്ന് ഒരുപാട് തത്വങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ 9. ഒന്നാമത് ഭഗവാന്റെ ഓടക്കുഴൽ നോക്കൂ, 9 തുളകൾ കാണാം. നമ്മുടെ ശരീരം ഓടക്കുഴലിന് തുല്യ. നമ്മുടെ ശരീരത്തിലും നമുക്ക് എന്ത് കാണാം? 9 തുളകൾ കാണാം. ഈ 9 എന്ന് പറയുമ്പോൾ അതിൽ പറയുന്നത് 9 ഭാവങ്ങളാണ്. ഇവിടെ ശ്രീ ഭഗവതി 9 ഭാവങ്ങളിൽ 9 ദിവസങ്ങളിലായിട്ട് അങ്ങനെ നമ്മോടൊപ്പം ഇരിക്കുക. സത്യം പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥയിലാണ് ജഗദംബയുടെ ശക്തി കുടികൊള്ളുന്നത്. ആ ജഗദംബയുടെ ശക്തിയെ, സൂക്ഷ്മമായ ആ ശക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പൂജാതി കർമ്മങ്ങളിലൂടെ ബാഹ്യതയിലേക്ക്, പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതാണ് നവരാത്രി. അതായത് നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞില്ലേ?
ഈ ശൈലപുത്രിയായി നമ്മൾ ദേവി മഹാത്മ്യം കൂടെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം എന്താ ചൊല്ലാറ്? പലരും പറയും, അയ്യോ ടീച്ചറേ ഞാൻ ഇപ്പം ചൊല്ലാറില്ല കേട്ടോ. എന്തേ? അതെനിക്ക് പേടിയാ. ഒരമ്മ പറഞ്ഞതാ, വീട്ടിൽ സാധനമൊക്കെ ഉണ്ട്, ചൊല്ലാറുണ്ടോ? ചൊല്ലാറില്ല. എന്തേ? എനിക്ക് പേടിയാ. എന്തിനാ പേടി? അതിനൊരുപാട് നിയമങ്ങളില്ലേ. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ ഇത് വാങ്ങിച്ചിട്ട് എന്താ ചെയ്യണേ? അപ്പോൾ പറയാണ്, ഞാനൊരു പട്ടിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിനാണോ നമ്മൾ ഗ്രന്ഥങ്ങൾ വാങ്ങണേ? ഗ്രന്ഥങ്ങൾ ശരിക്കും പ്രത്യക്ഷ ദൈവങ്ങളാ. ഭാഗവതം എന്താ? ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. അതുപോലെ തന്നെയാണ് ജഗദംബ തന്നെയാണ് ശ്രീ ദേവി മഹാത്മ്യമായിട്ട് നമ്മുടെ വീട്ടിലിരിക്കുന്നത്. അത് പട്ടിൽ പൊതിഞ്ഞ് അത്രയും സൂക്ഷ്മമായി വെക്കാം. പക്ഷേ അതൊന്ന് തുറന്നു നോക്കണം. തുറന്നു നോക്കണം നിർബന്ധിക്കുമ്പോൾ അതിങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ആദ്യം കാണാം നമശ്ചണ്ഡികായേ എന്നും പറഞ്ഞിട്ട് ദുർഗ സപ്തശ്ലോകി എന്ന് കാണാം. ഈ ദുർഗയുടെ സപ്തശ്ലോകങ്ങൾ അടുത്ത അധ്യായങ്ങളിൽ വരുന്ന ഓരോ ശ്ലോകങ്ങൾ ചേർത്ത് വെച്ചിരിക്കുക. അങ്ങനെ ഓം ജ്ഞാനിനാമഭിചേദാംസി എന്നും പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചൊല്ലി തുടങ്ങുമ്പോൾ വല്ലാത്ത ഒരു സുഖം, നിങ്ങൾക്കൊരാത്മസുഖം അനുഭവിക്കാൻ കഴിയും. ഇവിടെ അർച്ചന നടത്തുമ്പോൾ ഓം ശ്രീ മഹാദേവായ നമഃ എന്നൊക്കെ പറഞ്ഞ് പല നാമങ്ങൾ പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒരു പ്രത്യേക സുഖം, ഒരനുഭൂതി അനുഭവിക്കാൻ കഴിയും. അത് അനുഭവിച്ചവരുണ്ടാവും ഇവിടെ ഇരിക്കുന്നവർ. കറക്റ്റ് നിങ്ങൾ അതിൻ്റെ ആ വൃത്തിക്ക് അതറിഞ്ഞ് ആരാധിച്ച് അർച്ചന നടത്തിയവർ അതിലങ്ങോട്ട് ലയിച്ചിട്ടുണ്ടാവും. സമയം പോയതൊന്നും അറിയില്ല. മറ്റൊന്ന്, അതുപോലെ തന്നെയാണ് ദേവി മഹാത്മ്യം. എന്താ? ദേവി മഹാത്മ്യം. ദേവി എന്ന് പറഞ്ഞ ജഗദംബ, മഹാത്മ്യം എന്ന് പറഞ്ഞ മഹത്വമുള്ളത്. ദേവിക്ക് ഏറ്റവും മഹത്വമുള്ള കാര്യമാണ് ദേവി മഹാത്മ്യ പാരായണം. ഇനി ഇതിങ്ങോട്ട് ചൊല്ലി വന്നു കഴിഞ്ഞാൽ കവചം ഇങ്ങോട്ട് എടുത്താലോ നമ്മുടെ ദേവിയുടെ 9 ഭാവങ്ങളെ കുറിച്ചാണ് പറയുക. കവചം, അർഗളം, കീലകം ചൊല്ലി നമ്മൾ 13 അധ്യായങ്ങൾ. ഈ 13 അധ്യായങ്ങൾ മാർക്കണ്ഡേയ പുരാണത്തിൻ്റെ ഭാഗം. മാർക്കണ്ഡേയ പുരാണത്തിൽ നിന്നും എടുത്ത 13 അധ്യായങ്ങളാണ് ദേവി മഹാത്മ്യത്തിൽ കാണുക. മിക്ക ക്ഷേത്രങ്ങളിലും ഇങ്ങനെ അർച്ചനകളും ദേവി മഹാത്മ്യ പാരായണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നവരാത്രിയായിട്ട്. കാരണം ഇതിൽ ആദ്യത്തെ കവചം ചൊല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാം, പറയുന്നു പ്രഥമം ശൈലപുത്രേതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേതി, കുഷ്മാണ്ഡേതി ചതുർത്ഥകം. ഇതെന്തായി പറയണേ? ഇങ്ങനെ 9 എണ്ണവും പറയുന്നുണ്ട്. ആദ്യത്തെ 4 വരിയെക്കുറിച്ച് വിശദമായിട്ട് പറയാം. എന്താ പറയുന്നത്? പ്രഥമം ശൈലപുത്രീതി, ഹിമവാന്റെ പുത്രിയായി ബാലികയായി ശ്രീഭദ്ര ഈ ഭൂമിയിൽ അവതരിച്ചു. ശൈലപുത്രിയായിട്ടാണ് ആദ്യത്തെ ദിവസം. നിങ്ങൾ വാട്സപ്പിലൊക്കെ പലതും വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഈ ശൈലപുത്രിയായി ജനിച്ചപ്പോൾ കുട്ടി ബാലികാരൂപത്തിലാണ്. നമ്മളെല്ലാം ഇനി സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒന്നങ്ങോട്ട് ചിന്തിച്ചോളൂ. നിങ്ങളെല്ലാം ഒരു 50 വർഷം മുമ്പ് ബാലികയായിരുന്നു ഇല്ലേ? നമ്മളെല്ലാം. അത് നമ്മളെ തന്നെ ജീവിതമാണ് പറയുന്നത് ഗ്രന്ഥങ്ങൾ. ഇനി പ്രഥമം ശൈലപുത്രീതി, ആ ശൈലപുത്രി വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ എന്തായി? ദ്വിതീയം ബ്രഹ്മചാരിണി, 2ാമത്തെ ഭാവം. 2ാമത്തെ ദിവസം നമ്മൾ ബ്രഹ്മചാരിണി ആയിട്ടാണ് ഭഗവതിയെ പൂജിക്കുന്നത്. ബ്രഹ്മചാരിണി എന്ന് പറഞ്ഞാൽ കുമാരി, അതായത് കൗമാരക്കാരിയായി മാറി. കൗമാരൊക്കെ കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടക്കുമ്പോൾ എന്ത് ചെയ്യും? അച്ഛനും അമ്മയും കൂടിയും പിടിച്ച് കല്യാണം കഴിപ്പിക്കും ഇല്ലേ? അതാണ് ഇവിടെ ചന്ദ്രഖണ്ഡേ, തൃതീയം ചന്ദ്രഖണ്ഡേതി, 3ാമത്തെ ദിവസം ചന്ദ്രഖണ്ഡയായിട്ടാ. എന്താ ചന്ദ്രഖണ്ഡ എന്ന് പറഞ്ഞ? ചന്ദ്രനെ മൗലിയിൽ ചൂടിയിരിക്കുന്നത് ആരാ? മഹാദേവനാ. ശ്രീ മഹാദേവൻ ശ്രീ പാർവതി ദേവിയെ വിവാഹം കഴിച്ച ആ ഒരു ഭാവത്തിലാണ് ചന്ദ്രഖണ്ഡയായി സ്ഥിതി ചെയ്യുന്നത്. ഈ ചന്ദ്രഖണ്ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞ് അടുത്ത ആ ചന്ദ്രകലയുള്ളൂ. ബാക്കി എവിടെയാ? ബാക്കി ശ്രീ പാർവതിയുടെ തലയിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി 4ാമത്തെ ദിവസം കൂഷ്മാണ്ഡേതി. ഇത് വളരെ രസമുണ്ടായി. കഴിഞ്ഞ ദിവസം എനിക്കറിയുന്ന ഒരാളുകൊണ്ട് വിളിച്ചു. എന്നിട്ട് ഇന്ന് കൂഷ്മാണ്ടാണല്ലോ, എന്താണ് ടീച്ചറെ അങ്ങനെ പറഞ്ഞാന്ന് അല്ലേ? വെഡ്ഡി കൂഷ്മാണ്ടെന്ന് പറഞ്ഞാൽ എന്താ? വെഡ്ഡി കുമ്പളങ്ങാന്ന്. അങ്ങനെ അവർ മനസ്സിലാക്കിയേ. ഞാൻ പറഞ്ഞു ശരിക്കും അത് കൂഷ്മാണ്ടെന്നല്ല, കൃഷ്ണമാണ്ട. കൃഷ്ണമാണ്ട എന്ന് പറഞ്ഞാൽ ആരാ? ഗർഭവതിയായ
ഒരു സ്ത്രീയാണ് അവിടെ കാണിക്കുന്നത്. 4-ാമത്തെ ദിവസം ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ രൂപത്തിലാണ് ശ്രീ പാർവതിയെ നമ്മൾ പൂജിക്കുന്നത്. ഇങ്ങനെ മനസ്സിലാക്കണം എന്ന്. അപ്പോൾ കൂഷ്മാണ്ഡല്ല എന്ന് മനസ്സിലാക്കുക, കൃഷ്ണമാണ്ഡ രൂപത്തിലാണ്. ഇങ്ങനെ പറഞ്ഞു വരും. ഈ 4 ദിവസം നോക്കൂ, നമ്മുടെ ജീവിതം ഇനി നിങ്ങൾ താരതമ്യപ്പെടുത്തൂ. നിങ്ങൾ ബാലികയായി, കുമാരിയായി, അച്ഛനും അമ്മയും കല്യാണം കഴിച്ചു വിട്ടു, ചന്ദ്രകണ്ഠയായി, പിന്നെ ഗർഭിണിയായി. അത് കഴിഞ്ഞാൽ എന്താ, അമ്മയുടെ രൂപത്തിലാണ് കാണുക. കാർത്യായനിയായി, കുടുംബിനിയായിട്ടാണ് പിന്നെ കാണുന്നത്. കുടുംബിനിയായി കഴിഞ്ഞാലോ അവൾ ഒരു പോരാളിയാണ്. എന്തിനാ പോരാട്ടം? അമ്മായിയമ്മ മരുകളുള്ള പോരാട്ടമല്ല കേട്ടോ. അവൾ ജീവിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ പറയില്ലേ, പുസ്തകങ്ങളിൽ വായിക്കില്ലേ, അമ്മയേക്കാൾ വലിയ പോരാളി ഇല്ല എന്ന്. അമ്മ അതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അമ്മ എത്ര റോളാ അല്ലേ. ഒരേ സമയം പല റോളാ ആടുന്നുണ്ട്. ഭാര്യയായിട്ട്, അമ്മയായിട്ട്, മരുമകളായിട്ട്, മകളായിട്ട്, എല്ലാവരുടെ കാര്യങ്ങളും ഓടിപ്പടഞ്ഞ് എത്തിച്ച്, എന്നിട്ടോ കാര്യേഷു മന്ത്രി അല്ലേ, മന്ത്രിയായിട്ട് ആ വീടിനെ കൊണ്ട് നടക്കുന്ന അമ്മയായി, കുടുംബിനിയായി, പോരാളിയായി, അവസാനം പിന്നെയോ പേരക്കുട്ടികളൊക്കെ ഉണ്ടായ മുത്തശ്ശിയായി. അതാണ് വൃദ്ധമാത. അവസാനം വൃദ്ധമാതാവിൻ്റെ രൂപത്തിലാണ് നമ്മൾ മാറുന്നത്. ഈ 9 രൂപത്തിലാണ് നവരാത്രിക്ക് 9 ദിവസങ്ങളിൽ ശ്രീഭദ്രയെ നമ്മൾ പൂജിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 3 ദിവസം മഹാകാളിയായിട്ട് കറുപ്പായിട്ടാണ് കാണുന്നത്. കറുത്ത വസ്ത്രമൊക്കെയാണ് കാണുക. അടുത്ത 3 ദിവസം മഹാലക്ഷ്മിയായിട്ട് ചുമന്ന വസ്ത്രം ധരിച്ച് കാണും. അവസാനത്തെ 3 ദിവസമാണ് നമ്മൾ പുസ്തകം കൊണ്ടുപോയി വെച്ച് സരസ്വതി പൂജ, സരസ്വതി രൂപത്തിൽ കാണുന്നത്. വെള്ള വസ്ത്രം ധരിച്ച് ഹംസരൂപിണി, ഹംസത്തിന് മുകളിലിരിക്കുന്ന രൂപത്തിൽ കാണുന്നത്. ഇത്രയും കാര്യങ്ങൾ നവരാത്രിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ ദേവീ മഹാത്മ്യത്തിൽ എന്താ ഇത്ര കൂടുതൽ പറയുന്നത്? നമുക്ക് ഒരാപത്ത് വരുന്നു, അല്ലെങ്കിൽ ഒരു വിഷമം, ഒരു സങ്കടം, ഒരു അസുഖം, വീട്ടിൽ പ്രശ്നങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും ചെറിയ മഹത്തായ ഗ്രന്ഥമാണ് ദേവീ മഹാത്മ്യം. ഇത്തിരിയുള്ളൂ 13 അധ്യായം. ഗീതയെ പോലെ 700 ശ്ലോകങ്ങളാ ദുർഗാ സപ്തശതി എന്ന് പറയുന്നത്. ഈ ജന്മം കിട്ടിയിട്ട് ആ മഹത് ഗ്രന്ഥം ഒരു തവണയെങ്കിലും വായിച്ചില്ലെങ്കിൽ മഹാനഷ്ട. എന്താണ് ഉപനിഷത്ത് പറയുന്നത്? മഹതോ വിനഷ്ടി, ഹേ മഹത്തുക്കളെ, ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് അത് നഷ്ടപ്പെടുത്തി കളയരുതേന്ന്. എന്തുകൊണ്ടാ ഇത് വായിക്കാതിരിക്കരുത്? പേടിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറയാൻ തന്നെ ഈ പ്രഭാഷണം ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം പലർക്കും ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് പേടിയാ. ഒരു പേടിക്കേണ്ട കാര്യമില്ല. അമ്മ എന്ന രൂപത്തിലാണ്. ആദ്യം തന്നെ എന്താ ലളിതാ സഹസ്രനാമത്തിൽ പറയാം, ഓം ശ്രീമാത്രേ നമഃ, ഹേ അമ്മേ നമസ്കാരം. അമ്മ എന്ന് വിളിച്ചാൽ അവിടെ എല്ലാം ക്ഷമിച്ചു എന്നുള്ളതാ. അമ്മയുടെ രൂപത്തിലാണ് ശ്രീഭദ്ര ദേവി മഹാത്മ്യത്തിലും ഇരിക്കുന്നത്. അതുകൊണ്ട് പേടിക്കാതെ എടുത്ത് ഒരു ദിവസം അർഗളം കീലകം കവചം ഒന്നും ഇല്ലെങ്കിലും ഒരധ്യായെങ്കിലും വായിക്കുക. അങ്ങനെ പറയാൻ എന്താ കാരണം എന്നോ, അതിനൊരു നിയമം വെക്കുക. അത്രയംഗം എന്ന് പറഞ്ഞ് 3 ദിവസം കൊണ്ട്, നവാംഗം 9 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 11 ദിവസം കൊണ്ടാണ് ഇപ്പൊ പലരും തീർക്കുന്നത്. ചിലർ 13 ദിവസം, ഒരു ദിവസം ഒരു അധ്യായം സമർപ്പിക്കും. എങ്ങനെയായാലും അത് വായിച്ച് അതിനുള്ളിലെ ആ മധുര രസം നമ്മൾ അറിയണം. നിങ്ങൾ ശ്രീ ഭഗവതിയുടെ മുന്നിലാണ് ചെന്ന് നിന്ന് എന്താ പറയാ? ഓം സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഇത് ഏത് ഗ്രന്ഥത്തിലാ ചോദിച്ചാൽ അറിയണ്ടേ? ഇത് നമ്മുടെ ദേവി മഹാത്മ്യത്തിലാ. എന്താ പറയുന്നത്? എത്ര നാര്യസ്തു പൂജ്യന്തി രമന്തി തത്ര ദേവത. കേട്ടിട്ടില്ലേ? കേൾക്കാറുണ്ട്, അറിയും ചെയ്യാം. ഇത് ഏത് ഗ്രന്ഥ ചോദിച്ചാൽ അറിയില്ല. അതും ദേവി മഹാത്മ്യത്തിലുള്ളതാ. എന്ത് വേണം? ഇതെല്ലാം അറിഞ്ഞ് ആരാധിക്കണം എന്നാണ്. ഏതൊരു വസ്തുവിലും എങ്ങനെയാണ് അമ്മയുടെ രൂപത്തിൽ നമ്മൾ എല്ലാം കാണണം എന്ന് ദേവി മഹാത്മ്യം നമ്മളോട് പറയുക. ഇങ്ങനെ പോകുമ്പോൾ ഈ ദേവി മഹാത്മ്യത്തിൽ എന്താണ് പറയുന്നത്, എന്ത് കഥയാണ് അതിലിരിക്കുന്നത് എന്നുകൂടിയും പറഞ്ഞിട്ട് ഞാൻ നിർത്താട്ടോ. തിരക്കൊന്നുമില്ലല്ലോ, ഒരു 9 മണിക്ക് നിർത്തിയാൽ പോരെ. നമ്മളെ പ്രഭാഷണത്തിന് ആളൊന്നും ഇല്ലെങ്കിലും 10 ആൾ ശ്രദ്ധിക്കാനുണ്ടായാൽ മതി. ശ്രദ്ധയോടെ ഇരിക്കുന്ന ഒരാളായാലും നമുക്ക് പറയാൻ നല്ല താല്പര്യമാണ്. ദേവി മഹാത്മ്യം എന്ന് കേൾക്കാനുണ്ട്. അതിലെന്താ പറയണേ? അപ്പോൾ ദേവി ഉപാസകർക്ക് അവരുടെ കൂടെ കൊണ്ടു നടക്കാവുന്ന മനസ്സിനൊരു ശക്തി, അതാണ് ഈ ബാഗിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം. അതിനപ്പുറം
ദേവി പ്രീതി നേടാൻ ഏറ്റവും നല്ല ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം. ഈ ദേവി മഹാത്മ്യം ഇങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അർഗളം കീലകം കവചം എന്നുള്ളതിൽ ഈ 9 രൂപങ്ങളെയൊക്കെ പറഞ്ഞതിന് ശേഷം ആദ്യത്തെ ഭാഗം 3ആയി നമുക്കതിനെ തിരിക്കാം. പ്രഥമചരിതം, മധ്യമചരിതം, ഉത്തമചരിതം എന്ന് ആകെ കൂടെ 13 അധ്യായങ്ങൾ. അതിൽ ആദ്യത്തെ അധ്യായത്തിൽ മധുകൈടഭവധാണ്. കഴിഞ്ഞ പ്രാവശ്യം തോന്നുന്നു ഇവിടെ ദേവസ്വം ബോർഡിൽ നിന്ന് വന്നവർ അതിനെക്കുറിച്ച് എന്തോ പറഞ്ഞിരുന്നു, ഒന്നൊന്നും ഞാൻ കേട്ടില്ല. കുറേ രാക്ഷസന്മാരെ വധിക്കലാണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ഇവിടെ മധുകൈടഭന്മാരെ ദേവി വധിക്കുന്നതാ. എന്തിനാ ഈ വധം? ഇവിടെ നോക്കിയാൽ യുദ്ധമല്ലേ പുരാണങ്ങൾ എടുത്താൽ. എന്താ ഈ യുദ്ധം? എവിടെയാ നടക്കണേ? നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ് യുദ്ധം നടക്കുന്നത്. എന്ത് തമ്മിലാ? നന്മയും തിന്മയും തമ്മിൽ. ഇപ്പോൾ ഇവിടെ വന്നു, പൂജയ്ക്ക് ഇരിക്കണോ വേണ്ടേ, അല്ല വേണോ, ഇങ്ങനെ ഒരു വടംവലി ഇവിടെ നടക്കുന്നില്ലേ? അതന്നെയാ യുദ്ധം എന്ന് പറയുക. നന്മയും തിന്മയും തമ്മിൽ യുദ്ധം നടക്കും. അവസാനം ഇവിടെ കയറി വന്നിട്ട് എന്തായാലും ഇപ്പം എൻ്റെ കൂട്ടുകാരൻ ഇരുന്നു, ഞാനും ഇരിക്കട്ടെ. അതെന്താ? അവിടെ നന്മ ജയിച്ചു. തിന്മ ജയിക്കുന്നത് എപ്പോഴാ? നമ്മളത് ഒന്നും ഗിവ് അപ്പ് ചെയ്യരുത്. ഇങ്ങനെ ഒരു ചാൻസ് നമ്മുടെ ഈ കൈ കിട്ടിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇങ്ങനെ ഒരാളെ ചൂണ്ടാനല്ല, അർച്ചന ചെയ്യാനാ. അപ്പോൾ ശ്രീലകത്ത് കയറി അർച്ചന ചെയ്യാൻ ബ്രാഹ്മണന് മാത്രമേ അധികാരമുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു അവസരം ഈ വിളക്ക് പൂജ മാത്രം അർച്ചനയ്ക്ക്, അല്ലേ, അല്ലെങ്കിൽ വീട്ടിലൊന്ന് ഒരു പൂക്കൾ അർച്ചിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരവസരങ്ങളും നമ്മൾ ഉപേക്ഷിക്കരുത്. അതുകൊണ്ടാണ് ആ കുട്ടികൾ കയറിയിരുന്നത്. അവർക്ക് അങ്ങോട്ട് തോന്നുകയാണ് ഇവിടെ വരുമ്പോൾ മഹാദേവൻ തോന്നിപ്പിക്കുക. ഒരാൾ പറഞ്ഞു ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കുട്ടികളൊക്കെ കൂടെ വന്നപ്പോൾ. അതാണ് അത്. അവിടെ ഇങ്ങോട്ട് എത്തിക്കും. ഒരു യജ്ഞം അങ്ങോട്ട് ഉറപ്പിച്ചോളൂ, അവിടെ എത്തിക്കും. ഇന്നലെ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ മഴ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു ഒരു യജ്ഞം കുറിച്ച് ആ സമയത്തൊന്നും മഴ പെയ്തില്ലല്ലോ. അത് എൻ്റെ കഴിവല്ല, മഹാദേവൻ ആ വാക്കുകളെ സത്യമാക്കി കാണിക്കുക. പെരുമഴ പെയ്താലത്തെ അവസ്ഥ ചിന്തിച്ചു നോക്കൂ. അതാണ് വാക്കാണ് സത്യം. വാക്കാണ് ഈ പ്രപഞ്ചത്തെ ചൈതന്യവത്താക്കുന്നത് എന്നാ പറയുക. ഇവിടെ ഈ ദേവി മഹാത്മ്യത്തിലെ ആദ്യത്തെ ഭാഗം, അതായത് ആദ്യത്തെ ചരിതം ഒന്നും നോക്കണ്ട, 3 ചരിതം നമ്മൾ പറഞ്ഞുല്ലോ. ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നത് മധുകൈടഭന്മാരെ ദേവി വധിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. എന്തിനാ വധിച്ചേ? നമ്മുടെ ഈ ഭൂമി അവസാനിക്കുന്നു നമ്മൾ പറയും. എങ്ങനെയാ അവസാനിക്കുക? പ്രളയം വന്ന് അവസാനിക്കൂലേ? ഇപ്പം എത്ര വീടുകളാലും അമ്പലങ്ങളാലും പള്ളികളാലും നിറയുത്ര ഈ ഭൂമി. നമുക്ക് ഭക്ഷണം കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ സ്ഥലമില്ലാതെ മനുഷ്യനെ അടിച്ചു കൊന്ന് ചോര കുടിക്കുന്ന ഒരവസ്ഥ. അപ്പം കണ്ടില്ലേ, ലോകാന്നൊക്കെ പറഞ്ഞു വന്നില്ലേ? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും ഇത്രയും നമ്മുടെ ഭൂമി. കാരണം അവസാനിക്കണ്ടേ? എന്ത് തുടങ്ങിയാലും അതിന് അവസാനമുണ്ട്. ആരംഭിച്ചതിനൊക്കെ അവസാനം ഉണ്ട്. ഇവിടെ ഭൂമി അവസാനിക്കുക എന്ന് പറയുമ്പോൾ കുറേ മന്വന്തരങ്ങളെ കുറിച്ച് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാം. ഈ മന്വന്തരം എന്ന് പറഞ്ഞാൽ 71 ചതുർയുഗങ്ങളാണ്. ഈ 71 ചതുർയുഗം എന്ന് പറഞ്ഞാൽ 4 യുഗമാണ് ഒരു ചതുർയുഗം എന്ന് പറഞ്ഞാൽ. കൃതം, ത്രേതം, ദ്വാപരം, കലി, ഇങ്ങനെ 4 യുഗങ്ങൾ. ഇങ്ങനെ ഓരോ 4 യുഗങ്ങൾ ചേർന്ന് 71 ചതുർയുഗങ്ങൾ കഴിയുമ്പോൾ ഒരു മന്വന്തരം. ഓരോ മന്വന്തരത്തിലും ആരുണ്ട്? ഒരു മനു ഉണ്ട്. നമ്മളിപ്പോൾ 7ാമത്തെ മന്വന്തരത്തിലാണ് ഈ ഇപ്പോഴത്തെ കൽപ്പത്തിൽ ജീവിക്കുന്നത്. ഒരു കൽപ്പം ഇത്ര മന്വന്തരം ചേർന്നാൽ, അങ്ങനെ ഒരു മന്വന്തരം എന്ന് പറയുന്നത് ഇത്ര ചതുർയുഗം ചേർന്നാൽ, അങ്ങനെയാണ് കണക്ക്. ഈ 7ാമത്തെ മന്വന്തരത്തിൽ വൈവസ്വത മനുവാണ് നമ്മുടെ മനു, നമ്മളെ ഭരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ 8ാമത്തെ മന്വന്തരം സാവർണി മന്വന്തരം എന്നാ പറയുന്നത്. സൂര്യപുത്രനായ സാവർണി മനുവാവും എന്നാ പറയുന്നത്. ഇതെങ്ങനെ മനസ്സിലായി? മാർക്കണ്ഡേയ പുരാണത്തിൽ പറയാം. ദേവി മഹാത്മ്യൻ്റെ എടുത്തു വെച്ച ശ്രീ മാർക്കണ്ഡേയ ഉവാച എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും. ആദ്യം നമശ്ചണ്ഡികായി എന്നും പറഞ്ഞ് ഇവിടെ വിഷ്ണു ഭഗവാൻ ഒരു പ്രളയം വന്ന് ഭൂമിയെല്ലാം മൂടി വെള്ളത്തിലായ സമയത്ത് യോഗനിദ്രയിൽ അങ്ങനെ കിടക്കുക. ഈ യോഗനിദ്രയിൽ കിടക്കുന്ന വിഷ്ണു ഭഗവാന്റെ ചെവിയുടെ കർണമലെന്ന് പറയില്ലേ, കർണത്തിലെ മെഴുക് നിന്നും 2 അസുരന്മാർ പുറത്ത് ചാടി. ആരൊക്കെയാ? അതാണ് മധുകൈടഭന്മാർ. ഈ 2 അസുരന്മാരും പുറത്ത് ചാടി നോക്കിയപ്പോൾ ആകെ വെള്ളം കൊണ്ട് ഭൂമിയിലൊന്നും കാണാനില്ല. അങ്ങനെ തച്ച് തിമർത്ത് നടന്നിങ്ങനെ പോകുമ്പോൾ ഭഗവാന്റെ നാഭി കമലത്തിൽ നിന്നും ഒരു താമര വിരിഞ്ഞ് ആ താമരയിൽ ബ്രഹ്മദേവൻ ഇങ്ങനെ സുഖിച്ച് ധ്യാനിച്ചിരിക്കുക. ഇവർ അസുര സ്വഭാവമല്ലേ, എന്ത് കണ്ടാലും തച്ച് തകർക്കാനുള്ളൊരു സ്വഭാവ. രജോഗുണ. ചെന്നു 2 എണ്ണാട് കൊടുത്തു താമരത്തണ്ടിൻ്റെ മുകളിൽ. അപ്പോൾ ബ്രഹ്മാവിന് പേടിയായി, ആകെ കുലുങ്ങണു. വെള്ളം കൊണ്ടാണോ വെച്ചിട്ട് ഒന്നുകൂടി നോക്കി, അല്ല, ഗദ കൊണ്ടടിക്കുക. അങ്ങനെ ബ്രഹ്മാവിനെ കുലുക്കി താഴെ ഇട്ടു.
ബ്രഹ്മാവ് ഓടാൻ തുടങ്ങി വെള്ളത്തിലൂടെ. എങ്ങടാ ഓടുക? ഭഗവാനെ മാത്രമേ കാണാനുള്ളൂ, വേറൊന്നും കാണാനില്ല. അയ്യോ ഭഗവാനെ, വിഷ്ണു രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവിടെ അഭയം പ്രാപിച്ചു. പക്ഷേ ഭഗവാൻ ഉണരുന്നില്ല, ഭഗവാൻ യോഗനിദ്രയിലാണ്. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കാളരാത്രിയെ സ്തുതിച്ചു എന്നാ പറയുന്നത്. കാളരാത്രി എന്ന നിദ്രാദേവി അനുഗ്രഹിച്ചാലേ ഉറങ്ങുന്ന മനുഷ്യൻ ഉണരൂ. അതിനു വേണ്ടിയിട്ട് രാത്രി സൂക്തം ചൊല്ലി ഭഗവാനെ സ്തുതിച്ചപ്പോൾ നിദ്രാദേവി അനുഗ്രഹിച്ചു. ശ്രീ ഭഗവതി ഭഗവാനെ ഉണർത്താൻ സഹായിച്ചു. ഭഗവാൻ ഉണർന്നു. ബ്രഹ്മാവ് പറഞ്ഞു, അയ്യോ രക്ഷിക്കണേ ഭഗവാനേ, ഇവന്മാരിപ്പെന്നെ കൊല്ലും, അസുരന്മാരല്ലേ, ദേവന്മാരെ കണ്ടൂടാ. അപ്പോൾ എന്താ ഭഗവാൻ എന്ത് ചെയ്തു? ഇവരുമായി യുദ്ധത്തിന് ചെന്നു. എത്ര കാലം യുദ്ധം ചെയ്തു? 5000 വർഷം ഭഗവാൻ ഇവരോട് യുദ്ധം ചെയ്തു. പക്ഷേ ഇവർക്ക് മരണം ഇല്ല. മാത്രമല്ല ചോദിക്കുകയാണ്, ഒരുപാട് യുദ്ധം ചെയ്ത് തളർന്നു, രണ്ടു കൂട്ടരും ജയിക്കുന്നില്ല, ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെയാണ് പണ്ടത്തൊക്കെ യുദ്ധം, ധർമ്മയുദ്ധ. നിർത്തുന്ന സമയത്ത് ഇവർ പറയാണ്, ഞങ്ങളെ ജയിക്കാൻ നിങ്ങൾക്കാവില്ല വിഷ്ണു, ഒരു പണി ചെയ്യാം, ഞങ്ങളിപ്പോൾ വളരെ ശക്തിമാന്മാരാ, എന്തെങ്കിലും വരം വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന്. ഇങ്ങനെ ചോദിക്കാൻ തോന്നി. വലിയ അബദ്ധമായി അത്. സത്യം പറഞ്ഞാലേ ദേവന്മാരാണ് അസുരന്മാർക്ക് വരം കൊടുക്കുക. ഇവിടെ ശ്രീ ഭഗവതി, മായാ ഭഗവതി തീരുമാനിക്കുകയാണ് അസുരന്മാരെ കൊണ്ട് അങ്ങനെ ചോദിപ്പിക്കാൻ. അസുരന്മാരെ ചോദിക്കാം, വരം ചോദിക്കൂ. അപ്പോൾ വരം, അതെന്നെ ഭഗവാൻ മനസ്സിലായി. ഭഗവാൻ പറഞ്ഞു, നിങ്ങളെ 2 പേരെയും എൻ്റെ ഈ കൈകളെ കൊണ്ട് എനിക്ക് വധിക്കണം. പെട്ടില്ലേ? വരം തരാമെന്ന് പറയും ചെയ്തു, കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ പറഞ്ഞു, വരമൊക്കെ തരാം, പക്ഷേ ഞങ്ങളെ ജലത്തിൽ, വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് കൊല്ലാൻ പാടില്ല, തനിക്ക് കഴിയില്ല, വേറെ എവിടെയെങ്കിലും വെച്ച് കൊന്നോളൂ. ഉറപ്പാണ്, പ്രളയം വന്ന് ഭൂമി മൂടിക്കിടക്കുകയാണ്, അവർക്ക് ഒരിക്കലും ജലത്തിന് മുകളിലല്ല നിൽക്കാൻ കഴിയില്ല. അത്രയും ബുദ്ധിമാന്മാരാ. അതിനും അപ്പുറമാണ് ദേവന്മാർ ചിന്തിക്കുക. അപ്പോൾ ദേവാദിദേവനായ ശ്രീനാരായണൻ ശരി അങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞു. എന്താ ചെയ്തേ? അത് കഴിഞ്ഞ സമയത്ത് ശ്രീ ഭഗവതിയുടെ മായ കൊണ്ട് വിഷ്ണു ഭഗവാൻ വിശ്വരൂപം അങ്ങോട്ട് കാണിച്ചു. വിശ്വരൂപം അത്രയും വലുതല്ലേ, പൊങ്ങി നിൽക്കുന്ന ആ വലിയ തുടകളുടെ മുകളിലേക്ക് പിടിച്ച് മധുകൈടവന്മാരെ കിടത്തി ശ്രീ ചക്രം കൊണ്ട് അവൻ്റെ കഴുത്തറത്ത് വധിച്ചു എന്നാ പറയുന്നത്. ഇങ്ങനെയാണ് ആദ്യത്തെ അധ്യായം സമർപ്പിക്കുന്നത്. മധുകൈടവന്മാരെ വധിച്ചു, കുറച്ച് ഭൂമിയുടെ ഭാരം കുറഞ്ഞു. ഇങ്ങനെ ഇരിക്കെ വീണ്ടും അസുരന്മാരെ വധിക്കേണ്ടി വരിക. ഈ മാർക്കണ്ഡേയ പുരാണത്തിൽ ആരോട് ഈ കഥ പറയുന്നു അതുകൂടി പറയാം. മാർക്കണ്ഡേയ പുരാണം ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേ ശരിക്കും ഈ കഥ പറയുന്നത് സുമേധസ് എന്ന് പറയുന്ന ഒരു മഹർഷിയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് രാജാക്കന്മാർ ഭരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരു രാജാവ്, മന്ത്രിമാർ കള്ളത്തരം കാട്ടുന്ന ഇപ്പോഴും ഉണ്ടല്ലോ, അതുപോലെ ഒരു രാജാവ് യുദ്ധം ചെയ്യാൻ മറ്റൊരു രാജ്യം വന്ന സമയത്ത് മന്ത്രിമാർ തന്നെ രക്ഷിക്കും എന്ന് വിചാരിച്ചു. ആ രാജാവിൻ്റെ പേരാണ് സുരഥൻ എന്ന് പറയുന്നത്. ഈ സുരഥൻ ഈ മന്ത്രിമാരെന്നെ രക്ഷിക്കും എന്ന് കരുതി യുദ്ധത്തിന് ചെന്നപ്പോൾ മന്ത്രിമാരെല്ലാവരും കൂടി എന്ത് ചെയ്തു? ആരാണോ യുദ്ധം ചെയ്യാൻ വന്നത് ആ രാജ്യക്കാരുടെ ഒപ്പം കൂടി ഇയാളെ ഒറ്റപ്പെടുത്തി. ഇയാളപ്പം എന്താ ചെയ്യുക? പിന്നെ രാജാവിൻ്റെ സ്ഥാനമൊന്നുമില്ല. വേഗം കുതിരപ്പുറത്ത് കയറിയിട്ട് എന്ത് ചെയ്തു? തോറ്റുപോയില്ലേ? ഒറ്റയ്ക്ക്, രാജാവ് ഒറ്റയ്ക്ക് ഒരിക്കലും കാനനത്തേക്ക് പോവില്ല, കാട് കയറി എന്ന് വേണം പറയാം. കാട് കയറിയിട്ട് കുതിരയെ ഓടിച്ച് എവിടെ എത്തിയത്? വനത്തിനുള്ളിലെത്തി ഒരാശ്രമത്തിൻ്റെ മുന്നിൽ. ആ ആശ്രമത്തിലുണ്ടായിരുന്ന മഹർഷിയുടെ പേരാണ് സുമേധസ്. അതിലെങ്ങനെ ഉലർത്താണ്. എന്താ പിന്നെ ചെയ്യേണ്ട? ഒരു സമാധാനവും ഇല്ല, രാജ്യവും എല്ലാം നഷ്ടപ്പെട്ടു. കുറേ കാലം നല്ല സുഖിച്ച് ജീവിച്ചാൽ പെട്ടെന്ന് കാനനത്ത് പോയി ജീവിക്കാൻ സാധിക്കില്ല. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ നിൽക്കുമ്പോണ്ട് വേറൊരാളും കാട് കയറി വരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് സമാധി എന്ന്. ഇദ്ദേഹം ഒരു വൈശ്യനാ. അദ്ദേഹം കച്ചവടമൊക്കെ നടത്തി, വലിയ ബിസിനസ്സുകാരനായിരുന്നു, ടാറ്റാ ബിർളയെ പോലെ. എന്നിട്ടോ കൂടുള്ളവർ കള്ളക്കണക്ക് എഴുതി ഇയാളെ ചതിച്ചു. കുടുംബക്കാരും എല്ലാം ഒറ്റപ്പെടുത്തി, ഇയാളും കാട് കയറി. ഇവർ 2 പേരും കണ്ടുമുട്ടിയപ്പോൾ ഒരേ സങ്കട പറയുന്നത്. 2 പേരും കൂടി പറയാ, എന്നെ ഇങ്ങനെ എൻ്റെ ആൾക്കാർ വഞ്ചിച്ചു, നിന്നെ എനിക്കും ഇങ്ങനെ തന്നെയാണ് പറ്റിയത്. നമ്മൾ പറയില്ലേ, സങ്കടം ഷെയർ ചെയ്യുമ്പോൾ അത് പകുതിയാവും. പക്ഷെ 2 ആൾക്കും ഒരേപോലത്തെ സങ്കടം, ഒരു സമാധാനമൊന്നും 2 ആൾക്കും കിട്ടിയില്ല. സന്തോഷമാണെങ്കിൽ അത് ഇരട്ടിക്കും. ഇവിടെ ഒരു സമാധാനവും കിട്ടിയില്ല എന്ന് വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ഇനി നമുക്ക് ഈ മഹർഷീശ്വരന്മാരോട് ചോദിക്കാം, അവരൊക്കെ ശാന്തിയുടെ ആൾക്കാരാണല്ലോ എന്ന് പറഞ്ഞാൽ ആശ്രമത്തിലേക്ക് അങ്ങോട്ട് കയറി ചെന്നു. ആശ്രമത്തിലേക്ക് കയറി ചെന്നപ്പോൾ സുമേധസ് മഹർഷി ഇങ്ങനെ
ഇങ്ങനെ ധ്യാനത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നു, ധ്യാനം കഴിയോളം തൊഴുത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കണ്ണു തുറന്നു, കണ്ടു. അപ്പോൾ നമസ്കരിച്ചു വേഗം. മഹർഷി നമസ്കാരം, ഞങ്ങൾ നാട്ടിൽ നിന്ന് വരികയാണ്, എൻ്റെ പേര് സുരഥൻ എന്നാണ്, ഞാനൊരു രാജാവായിരുന്നു, ഇദ്ദേഹം വൈശ്യനാണ്, വലിയ കച്ചവടക്കാരനായിരുന്നു, ഇയാളുടെ പേര് സമാധി എന്നാണ് എന്നൊക്കെ പരിചയപ്പെടുത്തി. അപ്പോൾ ചോദിച്ചു, എന്താ എന്നിട്ട് കാടൊക്കെ കയറി വന്നിരിക്കണേ, ഇവിടെ ഞങ്ങളെ പോലുള്ളവരല്ലേ ഉണ്ടാവൂ? അതല്ല മഹർഷി, ഞങ്ങൾക്ക് ഇത്തിരിയും സമാധാനം ഇല്ല. ഈ സമാധാനം മാത്രം കാശ് കൊടുത്താൽ കിട്ടില്ല അല്ലേ? നമ്മുടെ വീട്ടിലത്തെ കഥ അത് തന്നെയല്ലേ, നമ്മുടെ കഥ തന്നെയാണ് ഈ പറയണത്. ഇവിടെ ഈ രാജാവിൻ്റെ പേര് സുരഥൻ എന്ന. രഥം എന്ന് പറഞ്ഞാൽ എന്താ? സുരഥൻ, സു എന്ന് പറഞ്ഞാൽ നല്ലത്, രഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെയാണ്. നല്ല രഥം ഉള്ള, നന്നായി രഥം ഓടിക്കുന്ന രാജാവും ആയിരുന്നു അദ്ദേഹം. ഇനി സമാധി എന്ന് പറഞ്ഞാൽ സമം ദി, ദി എന്ന് പറഞ്ഞ ബുദ്ധി, വിവേകം സമഭാവനയോടെ കാണുന്നവൻ, അതാണ് സമാധി എന്ന് പറഞ്ഞ. രണ്ടുപേരും വിവേകം ഉള്ളവരാ. അപ്പോൾ മഹർഷിയോട് സങ്കടമൊക്കെ പറഞ്ഞപ്പോൾ മഹർഷി പറഞ്ഞു, നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും തീരാൻ നിങ്ങൾ ജഗദംബികയെ പ്രാർത്ഥിക്കണം, ദേവി മഹാത്മ്യം കഥ അറിയണം. അങ്ങനെയാണ് ഈ ദേവി മഹാത്മ്യം തുടങ്ങുന്നത്. ഇത് ആദ്യം പറയേണ്ട പോർഷൻ കേട്ടോ. അങ്ങനെ വേഗം പറഞ്ഞു തീർക്കണം എന്ന് മനസ്സ് കയറിയപ്പോൾ പിന്നെ ആ 3 ചരിതം പറയാമെന്ന് കരുതി. ഇങ്ങനെ ഇവരോട് സുമേധസ് മഹർഷി ഉപദേശിക്കുന്ന രൂപത്തിലാണ് മാർക്കണ്ഡേയ പുരാണത്തിൽ ദേവി മഹാത്മ്യം വരുന്നത്. ഇങ്ങനെ ആദ്യത്തെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറയാണ്, മഹർഷിയെ ഇനി ഞാൻ വേറെ കുറച്ച് അസുരന്മാരെ കഥ പറഞ്ഞു തരാം. അതാണ് നമ്മൾ ഈ സമയത്ത് പൊതുവെ കുട്ടികളെ അമ്പലത്തിലിരുത്തി ചൊല്ലിക്കും മഹിഷാസുരമർദ്ദിനി സ്തോത്രം. അതൊക്കെ ഇവിടെ നിങ്ങൾ ഈ ഇങ്ങനത്തെയൊക്കെ സൗണ്ട് സിസ്റ്റമൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇവിടെ അങ്ങനെ ഇരുന്നിട്ട് മഹിഷാസുരമർദ്ദിനി ഐഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി വിഷ്ണുനുതേ ഭഗവതി ഹേ മഹിഷാസുരമർദ്ദിനി രമ്യകപർദ്ദിനി ശൈലസുതേ എന്നും പറഞ്ഞ് ചൊല്ലിക്കൊടുക്കുക കുട്ടികൾക്ക്. അമ്മമാരും അച്ഛന്മാരും ഒക്കെ ചേർന്നിരുന്ന് ആ മന്ത്രങ്ങൾ അങ്ങനെ മുഴങ്ങുമ്പോൾ അവർ പറഞ്ഞില്ലേ, അത് കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. അർച്ചന നടത്തുമ്പോൾ നല്ല ഒരു എന്താ പറയുക, ഒരു നല്ലൊരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ അന്തരീക്ഷത്തിന്. അനുഭവപ്പെട്ടു എന്നറിയില്ല, ഓരോ മന്ത്രങ്ങളായിട്ട് അങ്ങനെ അർച്ചിക്കുമ്പോൾ വല്ലാത്തൊരു സുഖം ഉണ്ടായിരുന്നു. ആ ഒരു സുഖം ഈ അന്തരീക്ഷത്തിലെ എല്ലാ ചെറു ജീവജാലങ്ങളും പക്ഷികളും മൃഗങ്ങളും ഒക്കെ അനുഭവിച്ച് കാണും. ഇതിനോടനുബന്ധിച്ചുള്ള എല്ലാ വീടുകളിലും അതിൻ്റെ ഒരു ശാന്തി കിട്ടിയിട്ടുണ്ടാവും. അതാണ് അർച്ചനയുടെ സുഖം, അതാണ് അതിൻ്റെ തത്വം. ഇവിടെ മഹിഷാസുരനെ വധിക്കുന്നതിനെ കുറിച്ചാണ് അടുത്ത ചരിതത്തിൽ, മധ്യമ ചരിതത്തിൽ പറയുന്നത്. എന്താ മഹിഷാസുരൻ ചെയ്ത്? മഹിഷനും ഒരുപാട് കാലം തപസ് ചെയ്തു. തപസ് ചെയ്ത ആരാ വരിക? ബ്രഹ്മാവ് വന്നു. ബ്രഹ്മദേവനോട് പറയാണ്, എനിക്ക് മരിക്കാനൊന്നും താല്പര്യമില്ല, വരം തരണം. അയ്യോ, മരണമില്ലാത്ത ആരുമില്ല, ഞങ്ങൾക്ക് പോലും മരണമുണ്ട്, എത്ര കൽപ്പം കഴിഞ്ഞാൽ എനിക്ക് വരെ അവിടെ പോസ്റ്റില്ല, മരണം ഉറപ്പാ. എന്നാലേ എന്നെ ഒരു സ്ത്രീ മാത്രമേ വധിക്കാവൂ, ഒരു സ്ത്രീയുടെ കൈകൊണ്ട് മരിച്ചോട്ടെ. എന്താ വിചാരിക്കണെന്നറിയോ? ഞാൻ അസുരനാ, നല്ല ശക്തിമാനാ, എന്നെയൊന്നും വധിക്കാൻ ഒരു സ്ത്രീക്ക് കഴിയില്ല, സ്ത്രീ അബലയാണ് എന്ന് തെറ്റിദ്ധാരണ വെച്ചിരിക്കുക അവിടെ. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചേ. അപ്പോൾ തഥാസ്തു, വരമൊക്കെ കൊടുത്തു. എന്നിട്ട് പിന്നെന്താ അവർ ചെയ്യുക? വരങ്ങട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കടകളും നോക്കൂ, നേരെ പോവും എവിടെ? ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് അല്ലേ? എവിടെ സ്വർഗം? ദേവേന്ദ്രൻ്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ മഹാമേരു പർവ്വതം, നമ്മുടെ ഹിമാലയത്തിനപ്പുറമാണെന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്വർഗവും നരകവും ഒരു 90,000 യോജന പോയി കഴിഞ്ഞാൽ എത്തും തന്നെയാണ് ഭാഗവതവും പറയുന്നത്. അവിടെ ചെന്നു, ഇന്ദ്രനെ വലിച്ചു പുറത്തിട്ടു, മറ്റുള്ള എല്ലാ ദേവന്മാരെയും എന്ത് ചെയ്തു? വലിച്ചു പുറത്താക്കി, യുദ്ധം ചെയ്തു തോൽപ്പിച്ചു. അങ്ങനെ ഇന്ദ്രപദവിയിൽ കയറിയിരുന്നു. ദേവന്മാരപ്പോൾ ഓടി വരും എവിടെ? അയ്യോ, ത്രിമൂർത്തികളെ ശരണം പ്രാപിച്ചു. ത്രിമൂർത്തികളോട് പറയാ, ഞങ്ങളെനെയൊക്കെ പിടിച്ച് പുറത്താക്കി, ഞങ്ങളുടെ ദേവസ്ഥാനമൊക്കെ പോയി, ഞാൻ ഇത്ര കാലം ഇന്ദ്രനാണൊക്കെ അനുഗ്രഹം തന്നതല്ലേ. എന്താ ഇനിയിപ്പോൾ അതിനൊരു പരിഹാരം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. സ്ത്രീകൾ ഒഴികെ ആരും ആ മഹിഷാസുരനെ വധിക്കാൻ പറ്റില്ല. ഇത് കേട്ടപ്പോൾ ത്രിമൂർത്തികൾക്ക് അമർഷം വന്നു, വല്ലാത്ത ദേഷ്യം വന്നു അത്രേ. ആ അമർഷം വന്നപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്നും ഒരു തേജസ് പുറത്തു വരിക. ആ തേജസ്സുകളെല്ലാം മറ്റു ദേവന്മാരുടെയും ശരീരത്തിൽ നിന്ന് ഒരു തേജസ്, ആ തേജസ് പുറത്തു വന്ന് ഒരു നാരീരൂപം പൂണ്ടു. ഈ നാരീരൂപം പൂണ്ട ശ്രീ ഭഗവതിയോട് പറയാണ്, ചെന്നിട്ട് ആരെ വധിക്കാൻ? ഈ മഹിഷാസുരനെ വധിക്കാൻ പറയാണ്. ഇങ്ങനെ ശ്രീദേവി അവതരിച്ച്
മഹിഷാസുരനെ വധിക്കുന്ന ആ താളമാണ് മഹിഷാസുരമർദ്ദിനി സ്തോത്രത്തിൽ നമ്മൾ കാണുന്ന ഐഗിരി നന്ദിനി എന്ന താളം. അങ്ങനെ മഹിഷാസുരനെയും ദേവി വധിച്ചു എന്നാണ് രണ്ടാമത്തെ ചരിതത്തിൽ പറയുന്നത്. ഇനി അവസാനത്തെ ഭാഗത്ത് ഉത്തമ ചരിതം എന്ന് പറയും. ഇതിലാണ് ആദ്യത്തെ ഒന്നാമത്തെ അധ്യായം മാത്രമാണ് ആ പ്രഥമ ചരിതം പറഞ്ഞത്. പിന്നെ 2, 3, 4 എന്ന ചരിതത്തിൽ മഹിഷാസുരനെ കുറിച്ച് പറയും. 5 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ ഓരോ അസുരന്മാരെ വധിക്കുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട അസുരന്മാരാണ് ശുംഭനിശുംഭന്മാർ. ശുംഭനിശുംഭ എന്ന് പറഞ്ഞിട്ട് മഹിഷാസുരമർദ്ദിനിയിൽ പറയുന്നുണ്ട്. ഇവിടെ 3ാമത്തെ ചരിതം എത്തുമ്പോൾ ഈ സുമേധസ് മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, രാജാവേ അല്ലെങ്കിൽ വൈശ്യനായ സമാധി, നിങ്ങൾ കേട്ടോളൂ, വീണ്ടും ശ്രീ ദുർഗ അവതരിച്ചിട്ട് ശുംഭനിശുംഭന്മാരെയും വധിച്ചു. അതെങ്ങനെയാണ്ടായത് ചോദിക്കുക. ഈ ശുംഭനിശുംഭന്മാര് മഹാപരാക്രമികളാണ്. പക്ഷെ ഇവരൊക്കെ തപസ് ചെയ്യും, നന്നായി നാമം ജപിക്കും, ധ്യാനത്തിലിരിക്കും ഒക്കെ ചെയ്യും. അങ്ങനെ ധ്യാനിച്ചിരുന്ന് ഒരു ദിവസം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. മഹിഷാസുരൻ എന്താ ചോദിച്ചേ? എന്നെ സ്ത്രീകളെ വധിക്കാവൂന്ന്. ഇവരെന്താ ചോദിച്ചെന്നറിയോ? എന്നെ വധിക്കുകയാണെങ്കിൽ തന്നെ ആര് വധിക്കണം? ഞങ്ങൾ ആരെയാണോ കാമിക്കുന്നത്, ആരെയാണോ സ്നേഹിക്കുന്നത്, ആ പ്രണയിനി ഞങ്ങളെ വധിക്കണം. അതൊരിക്കലും സംഭവിക്കില്ലല്ലോ എന്ന് വിചാരിച്ചു അല്ലേ? അതിനുണ്ടൊരു സുഖം എന്ന് പറയില്ലേ? ഞങ്ങൾ ആരെ കാമിക്കുന്നോ ആ സ്ത്രീ ഞങ്ങളെ വധിക്കണം. അപ്പോൾ ശ്രീ ഭഗവതി അവതരിച്ചിട്ട് എന്ത് ചെയ്യണം? ഇവരെന്നെ പ്രണയിക്കണം, എന്നിട്ട് ഇവരെന്നെ വധിക്കണം. ആലോചിച്ച് നോക്കൂ, അസുരന്മാരിലെ കണ്ടാൽ തന്നെ പ്രണയിക്കാൻ തോന്നൂലോ. അങ്ങനെ ഈ അസുരൻ 2 പേരും കൂടി വരം വാങ്ങി. ആരെ പ്രണയിക്കണം? ഭഗവതിയെ പ്രണയിക്കണം. ഭഗവതിയാണല്ലോ ഇപ്പോൾ മനുഷ്യനെയൊക്കെ വധിച്ചെന്ന് വിചാരിച്ചു. അവരും എന്ത് ചെയ്തു? ഈ ദേവന്മാരെ മുഴുവൻ ആട്ടിപ്പുറത്താക്കി ദേവേന്ദ്രസ്ഥാനം കൈപ്പറ്റി. അപ്പം ഭഗവാൻ എന്താ പണി? ഈ ഇന്ദ്രൻ്റെ സ്ഥാനം ഇങ്ങനെ എപ്പോഴും എടുത്തു കൊടുക്കുക അല്ലേ? ഇതന്നെയല്ലേ ഭാഗവതത്തിലും കാണുന്നത്. ഇന്ദ്രനും ഉണ്ട് കുറച്ചൊക്കെ ദുഷ്ടത്തരങ്ങളെ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവനൻ്റെ അല്ലേ എഴുന്നേറ്റ അപ്പം സീറ്റ് പോയി, മന്ത്രി കസേര പോകും പോലെ. അങ്ങനെ ദേവന്മാർക്ക് അവിടെ നിൽക്കാൻ വയ്യ. 40 യുഗം തപസ് ചെയ്തു ഇവരായിട്ട്. ഈ ശുംഭനിശുംഭന്മാരെ ഒരു രക്ഷയില്ല. അവസാനം അവർ ഓടി വന്ന് നമ്മുടെ ഭൂമിയിൽ ഒളിച്ചു. ഭൂമിയിൽ അങ്ങനെ മനുഷ്യന്മാരുടെ രൂപം പൂണ്ട് അവരലഞ്ഞ് തിരിഞ്ഞ് നടന്നു. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ ഈ 2ാമത്തെ അവതാരം കഴിഞ്ഞ് മഹിഷാസുരനെ വധിച്ചപ്പോൾ ശ്രീ ഭദ്ര പറഞ്ഞിരുന്നു, ദേവന്മാർ സ്തുതിച്ചപ്പോൾ, ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രശ്നവും വരികയാണെങ്കിൽ എന്നെ സ്മരിച്ചാൽ മതി, ഞാൻ അപ്പോൾ വരും. നമുക്ക് എന്താ ഇല്ലാത്തതെന്നോ? സ്മരണ ഇല്ല. തസ്മാൽ സർവേഷു കാലേഷു മാമനുസ്മര എന്ന് ഗീത പറയുന്നുണ്ട്. എല്ലാ സമയത്തും എന്നെ സ്മരിക്കണം. ഗുരുവായൂരപ്പൻ അവിടെ ശ്രീലകത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കൂത്രേ. ഉന്തിപ്പടച്ച് 4 മണിക്കൂറൊക്കെ ഇവിടെ വന്ന് നിന്നു, എന്നെ തന്നെ ജപിച്ചു. ദേ ഇപ്പോൾ പുറത്തേക്കാണ്ട് ഇറങ്ങി അടുത്ത ക്യൂവിൽ കയറിയതും എന്നെ മറന്നു. പിന്നെ എന്തായി വിചാരം? ഇഡ്ഡലി സാമ്പാർ അല്ലേ, അല്ലെങ്കിൽ സദ്യ. എൻ്റെ സ്മരണയൊക്കെ പോയി. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഭക്തിന്ന്. അതുപോലെ ഭഗവതി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ സ്മരിച്ചാൽ മതിയെന്ന്. ഒന്ന് സ്മരിക്കാം എന്ന് വിചാരിച്ച് ഹിമാലയത്തിൽ ചെന്നിട്ട് ശ്രീ ഭദ്രയെ സ്തുതിക്കുകയാണ്. അങ്ങനെ ദേവീ സൂക്തം കൊണ്ടങ്ങോട്ട് സ്തുതിച്ചു. അവിടെ ചെന്ന് നിന്നിട്ട് ശ്രീ ഭഗവതി പ്രത്യക്ഷപ്പെടുകയാണ്. ശ്രീ ഭഗവതി വളരെ സുന്ദരിയായി ഒരു ഊഞ്ഞാലിലിരുന്ന് അങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. എന്തിനാ അവതരിച്ചിരിക്കുന്നത്? ഈ ശുംഭനിശുംഭന്മാരെ വധിച്ച് ദേവന്മാർക്ക് ശാന്തി സമാധാനവും കൊടുക്കാൻ. പക്ഷേ ദേവി എന്തേ ഇങ്ങനെ ഇരിക്കുന്നേ? അപ്പോൾ പറയുന്ന ഉത്തരം, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയം ഉണ്ട്. ഇപ്പോൾ ശുംഭനിശുംഭന്മാർക്ക് നല്ല സമയം. അവരോട് യുദ്ധത്തിന് ശ്രീ ഭഗവതി തന്നെ ചെന്നാലും തോറ്റുപോകും. അപ്പോൾ എങ്ങനെയാ അവരെ വധിക്കാൻ പറ്റൂ? അവർക്ക് മോശ സമയം വരുമ്പോൾ അവരെ ആഞ്ഞടിക്കണം. ഇത് നമുക്കുള്ള പാടാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നല്ല സമയം നോക്കിയിട്ട് അതുകൊണ്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ശ്രീ ഭഗവതി ഊഞ്ഞാലിലിരുന്ന് ഇങ്ങനെ ആടുന്ന സമയത്ത് അവിടെ ആര് ചെന്നു? ഈ ശുംഭനിശുംഭന്മാരുടെ കിങ്കരന്മാരായ ചണ്ഡമുണ്ടന്മാർ അവിടെ ചെന്നു. ചണ്ഡമുണ്ടന്മാർ ഈ ഭംഗി, ഭഗവതിയുടെ ഭംഗി എന്ന് പറഞ്ഞാലേ നീ പറകിലേക്ക് നോക്കൂ. ശ്രീ ഭഗവതിയെ കണ്ടപ്പോൾ അങ്ങനെ മിനുങ്ങാണ് അത്ര. കണ്ണൊക്കെ ഒന്ന് എമ വെട്ടി നോക്കി, എന്താ ഇത്രയും നല്ലൊരു സുന്ദരിയോ? അപ്പോൾ ബുദ്ധി പോയി. എന്താ ഈ സുന്ദരി നമ്മുടെ സ്വാമിയായ ശുംഭനിശുംഭന്മാർക്ക് ഭാര്യയാക്കി വെക്കാൻ പറ്റിയവളാ ചെന്ന് ചോദിക്കും ചെയ്തു.
പറഞ്ഞു അവരോട് തന്നെ ഇങ്ങോട്ട് വരാൻ പറയൂ. വീട്ടിൽ ചെന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഈ കൊട്ടാരത്തിൽ വന്നിട്ട് പറയാണ്, പ്രഭു സ്വാമിൻ, നല്ല ഒരു സുന്ദരി ഹിമാലയ പാർശ്വങ്ങളിൽ ഇരുന്ന് ഊഞ്ഞാലിൽ ആടുന്നു. അങ്ങയുടെ ഭാര്യയായാൽ അത്രയും നല്ലതാ, അത്രയും സുന്ദരി. ഇങ്ങനൊരു സുന്ദരിയെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ശുംഭനിശുംഭന്മാർക്ക് മനസ്സിൽ കാമം ഉണ്ടായി. അപ്പോൾ പറയാണ്, ആ ശരി എങ്കിൽ ഞാനൊരു പണി ചെയ്യാം. ഈ സുഗ്രീവൻ, നമ്മുടെ സുഗ്രീവൻ അല്ല കേട്ടോ, സുഗ്രീവൻ എന്ന് പറയുന്ന ഒരു അസുരനുണ്ട് ദൂതനായിട്ട് പോകാൻ. അവനെ പറഞ്ഞയച്ചു. ചെന്നിട്ട് ആ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവരൂ. അവിടെ ചെന്നപ്പോൾ സുഗ്രീവനും അന്തം വിട്ട് കുറേ സമയം ആ സൗന്ദര്യം ആസ്വദിച്ച് മാറി നിന്നു അത്രേ. അത് കഴിഞ്ഞിട്ട് മുന്നിലേക്ക് അങ്ങനെ ചെന്നു. ശ്രീ ഭഗവതിയോട് ചോദിക്കുകയാണ്, എൻ്റെ സ്വാമിയായ ശുംഭനിശുംഭന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവരുടെ ഭാര്യയായിട്ടിരുന്ന സർവം കൊണ്ടും സുഖാവും. അപ്പോൾ പറഞ്ഞു, അത്രയ്ക്കും സുഖാവോ? ആവും. എങ്കിൽ എനിക്ക് ഒരു വ്രതം ഉണ്ട്. എന്താ വ്രതം? ഞാനൊരു സ്ത്രീയല്ലേ, എന്നെ തോൽപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയെ ഞാൻ കല്യാണം കഴിക്കൂ. എൻ്റെ തിമിർപ്പ് തീർക്കാൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, ഒരു സ്ത്രീയെ അടക്കി നിർത്താൻ കഴിവുള്ള വ്യക്തിയെ അവനെ കല്യാണം കഴിക്കാവൂ എന്നാണ് ഗ്രന്ഥം പറയുന്നത്. ഇവിടെ എന്താ പറയുന്നതെന്നറിയോ? യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ എന്നെ തോൽപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ നിന്റെ ശുംഭനിശുംഭന്മാരെ ഞാൻ കല്യാണം കഴിക്കാം. അവരോട് ഇങ്ങോട്ട് വരാൻ പറയൂ. മറ്റൊന്ന്, ഈ വ്രതം എനിക്ക് മാറ്റാൻ പറ്റില്ല. അപ്പം വീണ്ടും പറയാ, അതെ, ഈ ശുംഭനെ കല്യാണം കഴിച്ചാലേ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ആന ഏതാ? ഐരാവതം എന്ന ആനയെ നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും വലിയ കുതിര ഉച്ചൈശ്രവസിനെ നിങ്ങൾക്ക് കിട്ടും. മഹാപത്മം എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ഖനിയുണ്ട്, അത് കിട്ടും. ഒരുപാട് സ്വർണങ്ങളും രത്നങ്ങളും പവിഴങ്ങളും പാരിജാതം എന്ന കൽപ്പവൃക്ഷവും ഇങ്ങനെ കുറേ ഓഫറുകളാണ് കൊടുത്തു. ഇനി നമ്മുടെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ വീട്ടിലൊരു ബ്രോക്കർ ഇങ്ങോട്ട് കയറി വന്നു ഇല്ലേ, എന്നിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പോൾ തീരുമാനമായില്ലേ? പെൺകുട്ടി തന്നെ സുഖമായിട്ട് ഓടിപ്പടഞ്ഞിറങ്ങിയാണ് പോലെ. ഒരു 7 മാസം ഒന്നും വലിയ കുഴപ്പമില്ല, കഴിഞ്ഞ് അങ്ങനെ തുടങ്ങൂലേ? അതന്നെയല്ലേ ജീവിതം. രണ്ടാളും പാടെ ഇരിക്കുന്നുണ്ടാവും. എന്നാലും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട ജീവിതമാണോ? എന്താ ഭഗവാൻ പറയുന്നത്? അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഈ ലോകം അനിത്യമാണ്, അസുഖകരമാണ്. അത് മനസ്സിലാക്കി എന്നെ ഭജിച്ചോളൂ. അർജുന, ആരാർജുനൻ? നമ്മൾ തന്നെ അർജുനൻ. ഇവിടെ ശ്രീ ഭഗവതിയോട് ഈ ഓഫറൊക്കെ ഇട്ടു. ഭഗവതി ശ്രീ ഭഗവതിയല്ലേ, ഒരിക്കലും സമ്മതിച്ചില്ല. പറയാണ്, ഇങ്ങനെ ഒരു വ്രതം ഉള്ളത് കൊണ്ട് എനിക്ക് കൂടെ പോരാൻ പറ്റില്ല. അതുകൊണ്ട് നിന്റെ സ്വാമിയോട് ഇങ്ങോട്ട് വന്ന് യുദ്ധം ചെയ്യാൻ പറയൂ. അപ്പൊ ദേഷ്യം വന്നു ഇത്രേ സുഗ്രീവന്. എൻ്റെ സ്വാമിയെ അധിക്ഷേപിക്കുന്നു, എൻ്റെ സ്വാമിയെ പേടിച്ച് ഒരു ദേവന്മാർ പോലും നേരെ നടക്കുന്നില്ല, ഭൂമിയിൽ പോയി ഒളിച്ചിരിക്കുക. എന്നിട്ടാണോ ഇപ്പോൾ ഒരു സ്ത്രീ, ഒരു പെണ്ണായ നീ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു. എനിക്കേ നല്ല കരുത്താ, ഞാൻ അസുരനാ, നിന്റെ മുടി ചുറ്റിപ്പിടിച്ച് തല വലിച്ചുകൊണ്ട് ഞാനിപ്പം അങ്ങോട്ട് പോകുന്നു പറഞ്ഞു. പക്ഷേ നല്ല ശാന്തസ്വരൂപിണിയായ ആ ദേവി, ക്ഷമാമൂർത്തിയായ ദേവി ദേഷ്യപ്പെട്ടില്ല. പറയാണ്, ഒക്കെ ശരിയാ, നിന്റെ ശുംഭനും നിശുംഭനും ഒക്കെ കേമന്മാരാ, പക്ഷേ എൻ്റെ ഈ വ്രതം അതെനിക്ക് മാറ്റാൻ വയ്യ. അതുകൊണ്ട് നീ പോയി ആ ശുംഭനോടും നിശുംഭനോടും ഇങ്ങോട്ട് വരാൻ പറയൂ യുദ്ധം ചെയ്യാൻ. അവിടുന്ന് പോയി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. ധൂമ്രലോചനനെ വിളിച്ചു. ചെല്ലു, പോയി കൊണ്ടുവരൂ. ധൂമ്രലോചനൻ 60,000 സൈന്യങ്ങളോട് കൂടിയിട്ട് അങ്ങോട്ട് ചെല്ലുക. ദേവിയുടെ മുന്നിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോൾ ദേവി ഹും എന്ന് പറഞ്ഞു അത്രേ. ഒരു ഹുങ്കാരത്തോടു കൂടി ധൂമ്രലോചനൻ ഭസ്മായിട്ട് കരിഞ്ഞ് അവിടെ അങ്ങോട്ട് വീണു. സിംഹം ഇറങ്ങി അങ്ങോട്ട് ഓടുക. കണ്ടില്ലേ, ആരാ സിംഹത്തിനെ കൊടുത്തേന്നോ? ശ്രീ ഭഗവതി അവതരിച്ചപ്പോൾ ഹിമവാന ഈ സിംഹം 60,000 പടയെയും കൊന്നൊടുക്കി എന്നാ പറയുന്നത്. അത് കഴിഞ്ഞു, വിവരം അവിടെ കിട്ടി. കുറച്ചു പേരൊക്കെ ഓടിച്ചെന്നു, ദേ ധൂമ്രലോചനൻ ഭസ്മായിട്ടോ. ഇങ്ങനെ വീണ്ടും ചണ്ടമുണ്ടന്മാർ ചെന്നു, അവരെയും നിഗ്രഹിച്ചു. അവസാനം ആര് തന്നെ പിന്നെ രക്തബീജൻ ചെല്ലുന്നുണ്ട്. ശുംഭനിശുംഭന്മാർ തീരുമാനിച്ചു, ഇനി ആരെയും പറഞ്ഞയക്കുന്നില്ല, നേരിട്ട് തന്നെ ചെല്ലാം. രാവണൻ പോയ പോലെ അവിടെ ചെന്നു ദേവിയോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. കോടിക്കണക്കിന് സൈന്യങ്ങളാ. ഈ കോടിക്കണക്കിന് സൈന്യങ്ങളെ കണ്ടതോട് കൂടിയിട്ട് ദേവി എന്ത് ചെയ്യാന്നറിയോ? സ്വന്തം ശരീരത്തിൽ നിന്നും നമ്മൾ ആ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അവിടെ ഒരു 9 കുറ്റികൾ കാണാനില്ലേ, ശിവലിംഗം പോലെ? അത് സപ്തമാതൃക്കളാണ്. ഈ സപ്തമാതൃക്കളെ സൃഷ്ടിച്ചു.
എന്നുവെച്ചാൽ ത്രിമൂർത്തികളുടെ ശരീരത്തിൽ നിന്നാണ് സപ്തമാതൃക്കൾ. മഹേശ്വരനിൽ നിന്ന് മാഹേശ്വരി, കുമാരി, വിഷ്ണുവിൽ നിന്ന് വൈഷ്ണവി എന്നൊക്കെ പറഞ്ഞിട്ട് 7 മാതൃക്കൾ. കൂടാതെ ശിവദൂതി എന്ന് പറഞ്ഞ് ഒരു ദേവിയെ കൂടി അങ്ങോട്ട് സൃഷ്ടിച്ചു. പിന്നെ മഹാദേവിയും 9 ആളായി. ഈ 9 പേരും ചേർന്ന് ഈ വലിയ കോടിക്കണക്കിന് സൈന്യത്തോട് ശ്രീ ഭഗവതി യുദ്ധം ചെയ്യാം, ശുംഭനിശുംഭന്മാരോട്. ആ സമയത്ത് രക്തബീജൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ഒരാളുടെ മേലിന്ന് ചോര, അയാളെ വെട്ടിക്കഴിഞ്ഞ് ചോര വീണ് കഴിഞ്ഞാൽ ആ ചോരയിൽ നിന്നും 1000 രാക്ഷസന്മാരെ ഉണ്ടാകുന്നത്, രക്തബീജന്മാര്. അപ്പോൾ ഭദ്രകാളിയെ വിളിച്ചിട്ട് പറയാ, ഭദ്രകാളിയോട് ഈ രക്തബീജന്റെ കഥ കഴിക്കാൻ. ഭദ്രകാളി വേതാളത്തിനോടൊപ്പമാണല്ലോ. വേതാളം ആ രക്തമെല്ലാം നക്കി തുടച്ച് കുടിച്ച കാരണം പിന്നെ രക്തബീജന്മാരുണ്ടായില്ല, അവൻ്റെ കഥ കഴിച്ചു. ഇങ്ങനെ അവസാനം നിശുംഭനെ ശ്രീ ഭഗവതി വധിച്ചു. അപ്പൊ ശുംഭൻ മുന്നോട്ട് വന്നിട്ട് എന്താ പറഞ്ഞേന്നോ? മറ്റുള്ളവരുടെ കഴിവ് കൊണ്ട് നീ ഗർവിക്കണ്ട, അഹങ്കരിക്കണ്ടെന്ന് ശ്രീ ഭഗവതിയോട്. അപ്പൊ ശ്രീ ഭഗവതി പറയാണ്, ഹേ ശുംഭ, ഈ ജഗത്തില് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായതാണ്. എൻ്റെ ശരീരത്തിലേക്ക് തന്നെ വേണമെങ്കിൽ ഞാൻ ഇവരെ ലയിപ്പിക്കാം, എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നോട് യുദ്ധം ചെയ്യാം. നിനക്ക് കാണണോ എന്ന് ചോദിച്ച് ഈ പുറത്തേക്ക് വന്ന എല്ലാ സപ്തമാതൃക്കളെയും ശിവദൂതിനെയും ഒക്കെ ശരീരത്തിലേക്ക് ആവാഹിച്ച് ശ്രീ ഭഗവതി ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്ത് ശുംഭനെയും വധിച്ചു. ഈ ശുംഭനെ അങ്ങോട്ട് വധിക്കുന്നതോടുകൂടി 10ാമത്തെ അധ്യായം സമാപിച്ചു. ദേവന്മാർക്ക് സന്തോഷമായി. അവരെന്ത് ചെയ്യാണ്? 11ാമത്തെ അധ്യായം നിങ്ങൾ വായിക്കണം. അതിലാണ് സർവമംഗളമംഗല്യേ എന്ന് പറഞ്ഞ് നാരായണി നമോസ്തുതേ എന്നും പറഞ്ഞ ശ്ലോകങ്ങൾ വരുന്നത്. ആ 11ാം അധ്യായം നാരായണീ സ്തുതി എന്നാണ് അറിയപ്പെടുന്നത്. ദേവന്മാരുടെ സ്തുതി മാത്രമാണ്. 12ാം അധ്യായത്തിലെ ദേവീ മാഹാത്മ്യം വായിക്കാൻ പറഞ്ഞൂലോ, നിങ്ങൾ തപസ് ചെയ്യണമെന്ന് പറഞ്ഞൂലോ. സുമേധസ് മഹർഷി ആ 2 പേരും ആരൊക്കെയാ? സുരതനും സമാധിയും കൂടി ഇത് കേട്ടാലത്തെ പുണ്യം എന്താന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് ദേവീ മാഹാത്മ്യം കേട്ടാലത്തെ ഗുണം ഫലശ്രുതിയാണ് 12. 13ാമത്തെ അധ്യായം ഈ സുമേധസ് മഹർഷി ഇവരെ പറഞ്ഞയക്കുകയാണ് എങ്ങോട്ട്? ദേവീ മാഹാത്മ്യമൊക്കെ വായിച്ച് കഥ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ തപസ് ചെയ്യാനായിട്ട്. ഇവർ 3 വർഷം ഹിമാലയത്തിൽ പോയി തപസ് ചെയ്തു. ജഗദംബ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവർക്ക് വരം കൊടുക്കുക. എന്താ ചോദിക്കുന്നതെന്നറിയോ? ജ്ഞാനം വേണമെന്നാണ് ഈ വൈശ്യൻ പറഞ്ഞ്. എന്താ പറയുന്നത്? നമ്മളാരും ചോദിക്കാത്ത ചോദ്യമല്ലേ. നമ്മൾ സുഖസൗകര്യങ്ങളാ ചോദിക്കുക. എനിക്ക് അറിവ് തരയണമേ. അറിവാണ് ഭക്തി, അറിവാണ് ഈശ്വരൻ. അതുകൊണ്ട് അറിവുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാൻ തോന്നൂലേ? നേരം വൈകി, എന്നാലും ഇതൊന്ന് കേൾക്കട്ടെ എന്ന് തോന്നിയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഈ രാജാവ് എന്താ പറഞ്ഞതെന്നോ? എൻ്റെ രാജ്യം എനിക്ക് നഷ്ടപ്പെട്ടു, എനിക്കത് തിരിച്ചു തരണം. മറ്റൊന്ന്, ഇത്രയും ഭക്തിയോടുകൂടി തപസ് ചെയ്തതുകൊണ്ട് 8ാമത്തെ മന്വന്തരത്തിൽ നീ സൂര്യപുത്രനായി ജനിച്ച് സാവർണി മന്വന്തരം എന്നാ അതിന് പറയാ. സാവർണി മനുവായിട്ട് ഈ ഭൂമിയെ ഭരിക്കും എന്നും അനുഗ്രഹിച്ചു. ഇതാണ് 13ാമത്തെ അധ്യായം. അവർക്ക് കിട്ടുന്ന ലാഭത്തിനെ കുറിച്ച് ഇന്ന് ഇത്ര നേരം കൊണ്ട് നിങ്ങൾ ദേവീ മാഹാത്മ്യം പൂർണ്ണമായും വായിച്ച് പുണ്യം നേടി. ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇനി എഴുത്തിന് വെക്കുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട 3 മന്ത്രങ്ങൾ, അതിനെക്കുറിച്ചും കൂടിയും പറയാം. നമ്മുടെ നോട്ടീസിൽ നിങ്ങൾ എഴുതിയിരിക്കുന്നതിൽ ഒരു തെറ്റുണ്ട്. വിദ്യാരംഭം കരിഷ്യാമി എന്ന് തന്നെയാണ് ഗ്രന്ഥത്തിൽ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി തന്നെയാണ്. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ എന്നാണ് അർത്ഥം. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അതിനെ മാറ്റി ജ്ഞാനരൂപിണി അങ്ങനെയും വേണമെങ്കിൽ പറയാമെന്നേ ഉള്ളൂ. കറക്റ്റ് നമ്മുടെ ഗ്രന്ഥത്തിലെ ശ്ലോകം കാമരൂപിണി എന്ന് തന്നെയാണ്. ആ ഒരു മന്ത്രം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. സരസ്വതി മന്ത്രം അത് ജപിച്ചിട്ടാണല്ലോ എഴുത്തിനിരുത്തുക. മറ്റൊന്ന് ഞാൻ ആദ്യം ചൊല്ലിയില്ലേ, ഗുരവേ സർവലോകാനാം, സർവലോകങ്ങൾക്കും ഗുരുവായ, ഗുരുക്കന്മാർക്കും ഗുരുവായ ദക്ഷിണാമൂർത്തിയെ നമസ്കരിക്കുന്ന ശ്ലോകം പഠിപ്പിക്കുക. 3ാമതാണ് നമ്മൾ അർച്ചിച്ച വിദ്യാഗോപാല മന്ത്രം. ഇതൊക്കെയാണ് ആദ്യം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട മന്ത്രങ്ങൾ. അതുകൊണ്ട് ഈ പറഞ്ഞ കഥയിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും സംശയം ചോദിക്കാൻ കരുതി വന്നിട്ടുണ്ടോ? 2 പരിപാടി വെച്ചതുകൊണ്ടാണ്, അല്ലെങ്കിലൊക്കെ എന്തിനും ആളുണ്ടാവാറുണ്ട്. അർച്ചനയും തന്നെ നമ്മൾ തുടങ്ങാൻ വൈകിപ്പോയി. സാരല്ല, ഇനി ഒരു ദിവസം അർച്ചനയും വേറൊരു ദിവസം പ്രഭാഷണം വയ്ക്കാം. അങ്ങനെ ആകുമ്പോൾ ശരിയാവും. പിന്നെ ആൾക്കാർക്കൊക്കെ കണ്ണിനെയും കാതിനെയും ഒക്കെ കുളിർപ്പിക്കണം. ഇപ്പോൾ ബാലെ ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അതിനൊപ്പം അങ്ങനെ നിന്ന് തുള്ളുക, അത് വല്ലാത്തൊരു സുഖമാണ്. പക്ഷേ ഈ മനസ്സിനെ ഉയർത്താൻ സത്സംഗത്തിനെ കഴിയും.
നമ്മൾ ഈ ജന്മമൊക്കെ കിട്ടി ഇപ്പോൾ ഈ പറഞ്ഞ 9 രൂപ ഒക്കെ നമുക്ക് ഉണ്ടല്ലേ. ഇപ്പോൾ ഏത് രൂപത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് ചിന്തിച്ചു നോക്കൂ. ബാലിക കഴിഞ്ഞു, കുമാരി ബ്രഹ്മചാരിണി കഴിഞ്ഞു, ഗർഭവതിയായ അമ്മയും കഴിഞ്ഞു, കല്യാണം ചന്ദ്രകണ്ഠ കഴിഞ്ഞു, ഗർഭിണി കഴിഞ്ഞു, അത് കഴിഞ്ഞ് അമ്മയായി, അമ്മമ്മയായി, കുടുംബിനിയായി അല്ലേ. ഇപ്പോൾ വൃദ്ധമാതാവിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. വൃദ്ധമാതാക്കളും അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി എന്ത്? അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ വേണമല്ലോ. ഈ ശരീരം ഇങ്ങനെയൊന്നും ഇരിക്കില്ല. പിന്നെ എന്തിനാ ഈ ക്ഷേത്ര സങ്കല്പം? ആദി ശക്തിയായ പരാശക്തിയായ ആ ദേവിയുടെ നവരാത്രി ഈ ക്ഷേത്രത്തിൽ വന്ന് ആഘോഷിക്കുക, അതിൽ മാക്സിമം പങ്കാളികളാവുക. എത്ര ആളുടെ കൂട്ടമായ പ്രയത്നം നമ്മുടെ അർച്ചനയിൽ ഇത്ര ഒരു വിജയപ്രദമാക്കാൻ കഴിഞ്ഞത്. അവിടെ ഇരുന്ന് അർച്ചിച്ചവർക്ക് മുഴുവനൊന്നും അറിയണ്ട, അതെന്നെ ഉള്ളിലേറ്റി ഇതിൻ്റെ പുറകെ ഓടുന്ന വലിയൊരു കൂട്ടരുണ്ട് ഇവിടെ, കമ്മിറ്റി പറയും. അത് ക്ഷേത്ര ഉപാസകര, അവരുണ്ടെങ്കിൽ ഇതൊക്കെ നടത്തൂ. അതുപോലെ ശക്തിയുടെ പ്രതീകമാണ് അമ്മമാരെ, മാതൃസമിതി. അതുകൊണ്ടാണ് ഒരു മാതൃസമിതിയൊക്കെ ഉണ്ടായപ്പോൾ കണ്ടുവോ നിങ്ങൾ, നാമജപം വെച്ചു, തിരുവാതിര മഹാദേവന് വേണ്ടി തിരുവാതിര കളിച്ചു, പല ദിവസങ്ങളിലായിട്ട് നാമജപവും അർച്ചനയും നടത്തി. അതിൻ്റെ പുണ്യ എന്തെല്ലാം മാറ്റങ്ങൾ. ഞാൻ ആദ്യം വന്നപ്പോൾ ഇവിടെ കാട് മൂടി, സ്റ്റേജൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. 10 വർഷം ഇത് കെട്ടിയിട്ടിട്ട് പിന്നെ ഉദ്ഘാടന പ്രഭാഷണമായിരുന്നു. മാറ്റങ്ങൾ നമുക്കും ജീവിതത്തിൽ വേണം. എങ്ങനെ വേണമെന്നോ, ഈ ശരീരത്തിനെ ഉദ്ധരേതാത്മനാത്മാനം, ശരീരത്തിനെ ചിരിച്ചുകൊണ്ട് കൈവിടാൻ നമ്മൾ പ്രാപ്തരാവും പ്രഭാഷണങ്ങൾ കേട്ടാൽ. എന്തേ വേണ്ടൂ? എൻ്റെ ആത്മാവിനെ ഞാൻ ഉദ്ധരിച്ച് ആ സർവേശ്വരന് ലയിപ്പിക്കാൻ. ഭാഗവതം എങ്ങനെയാ സമർപ്പിക്കണേ? അത് പറഞ്ഞ് അങ്ങോട്ട് സമർപ്പിക്കാം. അവസാനം കിം ശ്രോതുമിച്ഛസി എന്നാ ചോദിക്കുന്നത്. ഹേ പരീക്ഷിത്ത് മഹാരാജാവേ, ഇനി എന്തെങ്കിലും കേൾക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ പറയൂ എന്ന് പറഞ്ഞപ്പോൾ, വേണ്ട, ഇനി എനിക്കൊന്നും വേണ്ട. ഈ മനസ്സിനെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ശരീരത്തെ വിടാൻ, ഈ ആത്മാവിന് ഭഗവാനിൽ സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ചിരിച്ചുകൊണ്ട് മരണത്തെ നേരിടണമെങ്കിൽ, ശരീരത്തെ ത്യജിക്കണമെങ്കിൽ ആത്മീയമായ ഉന്നതി കിട്ടണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പ്രഭാഷണങ്ങൾ കേൾക്കുക, ആത്മീയമായ കാര്യങ്ങളിൽ പങ്കെടുക്കുക. ഇതെല്ലാം എന്താ? സൽക്കർമ്മങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ കർമ്മമെല്ലാം തീരുമ്പോൾ ശരീരം ഒരു ഭാഗത്ത് പതിക്കും എന്ന് ജ്ഞാനപ്പാന പറയുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടാ? ഒന്നും സമയമില്ല, വീട്ടിലാണ് മനസ്സ്, ശരീരം ഇപ്പം ഇവിടെ ഉള്ളൂ ടീച്ചറെ എന്നാണ് ചോദിച്ചാൽ മതി. വിളിച്ച് ഭഗവാന്റെ മറുക് ഭൃഗു മഹർഷി ചവിട്ടിയതാണ് എന്നാ പറയുന്നത്. ഭൃഗു മഹർഷി ഓടി ചെല്ലുക ഭഗവാന്റെ അടുത്തേക്ക്. അങ്ങനെ ഓടി ചെന്നിട്ട്, ഭഗവാൻ അങ്ങനെ യോഗനിദ്രയിൽ കിടക്കില്ല, ഒരൊറ്റ ചവിട്ടാണ്. എവിടെ ചവിട്ടിയത്? നെഞ്ഞത്ത. അപ്പോൾ ഭക്തനിലും വലുതായിട്ട് ഭഗവാനൊന്നും ഇല്ല. അപ്പോൾ ഭഗവാൻ എന്തു പറഞ്ഞു? ഏതായാലും ഭക്തനായ നീ എനിക്ക് തന്ന സമ്മാനമല്ലേ, ഇതിവിടെ ഇരിക്കട്ടെ എന്ന്. അങ്ങനെ ഒരുപാടുണ്ട്, കൗസ്തുഭവും വനമാലയൊക്കെ പറയാനുണ്ട്. അതാണ് ശ്രീവത്സം എന്ന മറുക്. ഭഗവാന്, അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഭഗവാന് ഭക്തനേക്കാൾ വലുതായിട്ട് ഒന്നും ഈ ലോകത്തിലില്ല. ഇപ്പോഴും പാതാളത്തിൽ കാവൽക്കാരനായിട്ട് നിൽക്കുകയാണ് ആര്? മഹാവിഷ്ണു. ആർക്ക്? നമ്മുടെ മഹാബലിക്ക്. ബലിയെ മഹാബലിയാക്കി കാലുകൊണ്ട് അനുഗ്രഹിച്ചു ഇല്ലേ? എപ്പോഴല്ലേ നമ്മുടെ ഇത് കഴിഞ്ഞ്? അതൊക്കെ നിങ്ങൾ എന്ത് കേമമായിട്ട് ആഘോഷിച്ചു. ആ ബോർഡ് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം ഒന്നും ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങിയ ഒരു മാതൃസമിതി, ഒരു കൂട്ടായ്മ എവിടെ എത്തി, എത്ര ഉയരങ്ങളിലെത്തി. ഗുരുവായൂർ ഉത്രാടത്തിന് ചെന്നപ്പോൾ 300 അമ്മമാർക്കാണ് ഓണപ്പട. അമ്മമാര് ഈ യൂട്യൂബിൽ കേട്ടിട്ട് കാത്തിരിക്കുക. സാധാരണ ഇത് കേട്ട് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അനുഭവമായിരുന്നു അവിടേക്ക് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ. അതെ, നിമിത്തമാത്രം ഭവ സവ്യസാചിൻ, നീ ഒരു നിമിത്തം മാത്രമാണ്. എന്തിനുള്ള നിമിത്തം? ഈ ഒരു ജന്മം കിട്ടിയിട്ട് കുറേ MA BEd കഴിഞ്ഞ് സോഷ്യോളജിയും പറഞ്ഞ് നടന്നാൽ എന്ത് കുറേ സാലറി കിട്ടുമായിരിക്കും. പക്ഷേ അതിലും അപ്പുറം ഈശ്വര കഥകൾ അങ്ങനെ പറയുക, ഇങ്ങനെ താഴ്ന്നു പോയ ക്ഷേത്രങ്ങളിൽ മാതൃസമിതികൾ ഉണ്ടാക്കുക, അവരെ കൂട്ടായ്മയോട് കൂടിയിട്ട് ഗുരുവായൂർ കൊണ്ടുപോയി ഒരു തിരുവാതിര കളിപ്പിക്കുക, ശ്രീ കാടാമ്പുഴ ഭഗവതിയുടെ മുന്നിൽ ഒരു തിരുവാതിര കളിപ്പിക്കുക കാർത്തികയായിട്ട്. ഇതിലും വലിയൊരു പുണ്യൊന്നും വേറെ ഇല്ല. കാരണം പണ്ടുള്ളവർ എക്സസൈസാണേ, അരമണ്ഡലത്തിൽ ഇങ്ങനെ അമർന്നിങ്ങനെ കളിക്കുമ്പോൾ പിന്നെ വേറൊരു എക്സസൈസും വേണ്ട, അവർക്ക് ഷുഗറും ഇല്ല, പ്രഷറും ഇല്ല, ഒന്നുമില്ല. ഓടി നടക്കുമ്പോൾ അവർക്കൊരസുഖവും ഉണ്ടാവില്ല. അതിന് ഉള്ളിലെന്താ? ഈശ്വരൻ്റെ ആ ഒരു അംശം ഉള്ളിൽ അങ്ങനെ ഉണർന്ന് ഒരു തിരിയായി കത്തിക്കൊണ്ടിരുന്നാൽ ഊണും വേണ്ട, ഉറക്കവും വേണ്ട, ഇതിന് പുറകെ നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കും. ഇനി വേറെ എന്തെങ്കിലും
സമർപ്പിക്കട്ടെ. ഇന്നിവിടെ 2 യജ്ഞം കഴിഞ്ഞു എന്നാ. സാധാരണ ഒരു യജ്ഞമാണ് ഒരു ദിവസം ചെയ്യാറുള്ളൂ. പിന്നെ വിളിക്കുമ്പോൾ ആരോടും നോ പറയാറില്ല. കാരണം വിളിക്കാൻ അവരുള്ളിലിരുന്ന് തോന്നിപ്പിക്കുന്നത് മഹാദേവനാണ്. മഹാദേവൻ വിളിച്ചാൽ പിന്നെ അതിന് ഒരു നോ എന്നുള്ള ഉത്തരമില്ല. ഒരു മുടക്കം ഇതുവരെ ഒരു പ്രോഗ്രാമിനും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണെങ്കിലും അവിടെ നമ്മൾ എത്തും, ആ സൽക്കർമ്മം അങ്ങോട്ട് ചെയ്യും. അത് നമ്മളൊരു നിമിത്തം അതുപോലെ ചെയ്തു പോവുക. അതുകൊണ്ട് ഈ ഒരു കുഞ്ഞേ യജ്ഞം, പക്ഷെ നിങ്ങൾക്ക് കിട്ടിയത് വലിയൊരു യജ്ഞമാണ്. ഈ നവരാത്രി ദിനത്തിൽ എന്താണ് ദേവി മഹാത്മ്യം, എന്താണ് നവരാത്രി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ മഹാഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ വിവേകത്തിൽ സമം എന്ന് പറഞ്ഞില്ലേ, സമാധി എന്ന് വെറും വ്യക്തിയല്ല അദ്ദേഹം. വിവേകത്തിൽ സമം ധി ബുദ്ധിയിലാണ് സമം. നിങ്ങളെല്ലാവരും ബുദ്ധിയിൽ സമമായി കഴിഞ്ഞാൽ എന്താ, സുഖദുഃഖ സമേ കൃത്വ ലാഭാലാഭോ ജയാജയോ. ഗീത പറയും പോലെ സുഖം വന്നാലും ദുഃഖം വന്നാലും നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ വലിയ വിഷമമൊന്നും തോന്നില്ല. എല്ലാം ഒരുപോലെ ഒക്കെ ഈശ്വരപ്രസാദം എന്ന് കരുതി സ്വീകരിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മളങ്ങോട്ട് തകർന്നു പോവും. അതുകൊണ്ടാണ് ഗീത പഠിച്ചവൻ തളരില്ല എന്ന് പറയുന്നത്. ഈ ഒരു ചെറിയ യജ്ഞം ഞാൻ മഹാദേവൻ്റെ തൃപ്പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ജഗദംബികായേതി സമർപ്പയാമി സർവം സദാശിവായേതി സമർപ്പയാമി. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഹരി തത്സത്.